Hi, welcome to another video from English Mithra. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് little, a little, few, a few എന്നീ വേർഡ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമ്മൾക്ക് ലിറ്റിലും ഫ്യൂവും വളരെ കോമൺ ആയിട്ട് ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്ന കാണാറുണ്ട്. എന്നാൽ ലിറ്റിലും എ ലിറ്റിലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ ഫ്യൂവും എ ഫ്യൂവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ലിറ്റിലാണോ ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കേണ്ടത്, ഫ്യൂ ആണോ ഒരു സെൻറ്റൻസ് ഉപയോഗിക്കേണ്ടത്? ഇത് നല്ല കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇനി ഇങ്ങനെ ചെയ്താൽ, അതായത് ലിറ്റിലിന് പകരം ഫ്യൂ ഉപയോഗിച്ചാൽ അത് ഗ്രാമാറ്റിക്കലി തെറ്റാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര ചെറിയൊരു കാര്യമാണ്, പക്ഷേ അങ്ങനത്തെ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് വരുത്താതെ നമുക്കത് എങ്ങനെ എഴുതാൻ പറ്റും നോക്കാം. ഓക്കെ, സോ നമുക്ക് ആദ്യം ലിറ്റിലിനെയും എ ലിറ്റിലിനെയും പഠിക്കാം. ഒത്തിരി കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് രണ്ടായിട്ട് പഠിക്കാം. ആദ്യം ലിറ്റിലിനെയും എ ലിറ്റിലിനെയും പഠിക്കാം. ലിറ്റിലും എ ലിറ്റിലും ഒക്കെ നമ്മളൊരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത് അൺകൗണ്ടബിൾ നൗൺസ് ഉള്ളപ്പോഴാണ്. അതായത് നമ്മൾക്ക് എണ്ണിയെടുക്കാൻ പറ്റാത്ത 1, 2, 3 എന്ന് എണ്ണിയെടുക്കാൻ പറ്റാത്ത നൗൺസ് ഇല്ലേ, അവരെയാണ് നമ്മൾ അൺകൗണ്ടബിൾ നൗൺസ് എന്ന് വിളിക്കുന്നത്. അപ്പം അൺകൗണ്ടബിൾ നൗൺസിൻ്റെ മുന്നിലായിട്ടാണ് നമ്മൾ ലിറ്റിൽ എന്ന വേർഡോ എ ലിറ്റിൽ എന്ന വേർഡോ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾക്കിത് സെൻറ്റൻസസ് വെച്ച് സിമ്പിളായിട്ട് പഠിക്കാം. അവൻ അതിനെപ്പറ്റി കുറച്ചേ അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നൗൺ എന്താണ്? അറിവാണ് ഇവിടുത്തെ നൗൺ അല്ലേ. അപ്പോൾ അറിവിനെ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുമോ? ഒരു അറിവ്, രണ്ടറിവ് ഇല്ല അല്ലേ. അതുകൊണ്ട് ഇതൊരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പോൾ അവൻ അതിനെപ്പറ്റി കുറച്ചേ അറിയുള്ളൂ, അതായത് അവൻ അതിനെപ്പറ്റി വലിയ അറിവൊന്നും ഇല്ല. അങ്ങനെ വലിയ അറിവൊന്നും ഇല്ല എന്നുള്ള പോലെ നിയർലി നത്തിങ് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ലിറ്റിൽ എന്ന വേർഡാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒട്ടുമില്ല എന്നുള്ളതിനാണ് നമ്മൾ ലിറ്റിൽ എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസിനെ നമുക്ക് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം? He has little knowledge about it. He has little knowledge about it. So ഇവിടെ little knowledge നോക്കുക. ഇതാണ് നമ്മൾ ചേർക്കുന്ന വേർഡ്, ഇതാണ് നമ്മുടെ നൗൺ. അപ്പോൾ ഈ നൗൺ നമ്മൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇവിടെ കുറച്ചേ ഉള്ളൂ അല്ലെങ്കിൽ ഒട്ടും ഇല്ല എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ലിറ്റിൽ എടുത്തു. ഇനി മറ്റൊരു സെൻറ്റൻസ് നോക്കാം. അവൾ കുറച്ച് വെള്ളം കുടിച്ചു. അവൾ കുറച്ച് വെള്ളം കുടിച്ചു. ഇവിടെ എന്താണ്? കുറച്ച് എന്ന് കാണിക്കാൻ വേണ്ടി ഇത്തിരി, കുറച്ച് എന്ന് വെച്ചാൽ ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. കുറച്ച് വെള്ളം കുടിച്ചു എന്നാണ് പറയുന്നത്, ഒട്ടും വെള്ളം കുടിച്ചില്ല എന്നല്ല. ഓക്കെ, സോ കുറച്ച് വെള്ളം കുടിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് പറയാം ഷീ ഡ്രാങ്ക് എ ലിറ്റിൽ വാട്ടർ. ഷീ ഡ്രാങ്ക് എ ലിറ്റിൽ വാട്ടർ. സോ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എ ലിറ്റിലാണ് വിത്ത് വാട്ടർ. സോ വാട്ടറും നമുക്ക് 1, 2 എന്ന് കൗണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അഗെയിൻ അൺകൗണ്ടബിൾ നൗൺ വന്നു. അതേപോലെ അതിൻ്റെ കൂടെ നമ്മൾ എ ലിറ്റിൽ എന്ന് ആഡ് ചെയ്തു. ഓക്കെ, സോ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നെഗറ്റീവായിട്ടുള്ള സെൻറ്റൻസസിൻ്റെ കൂടെ, അതായത് ഇവിടെ ഒട്ടുമില്ല എന്ന അർത്ഥത്തിലാണ് നമ്മൾ പറഞ്ഞതല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സെൻറ്റൻസിനൂടെ നമ്മൾ ലിറ്റിലാണ് ആഡ് ചെയ്യുക. എന്നാൽ പോസിറ്റീവായിട്ടുള്ളൊരു സെൻറ്റൻസിൻ്റെ കൂടെയാണ് എ ലിറ്റിൽ വരുന്നത്. സോ അതും ലിറ്റിൽ എ ലിറ്റിലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടിപ്പാണ്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ലിറ്റിൽ ആൻഡ് എ ലിറ്റിൽ. ഇനി ഫ്യൂവും എ ഫ്യൂവും നോക്കാം. ഓക്കെ, സോ കൗണ്ടബിൾ ആയിട്ടുള്ള, അതായത് നമ്മൾക്ക് എണ്ണിയെടുക്കാൻ പറ്റുന്ന, അതേപോലെ തന്നെ പ്ലൂറൽ ആയിട്ടുള്ള നൗൺസിൻ്റെ കൂടെയാണ് നമ്മൾ ഫ്യൂവും എ ഫ്യൂവും ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിന് വേണ്ടി എക്സാമ്പിൾ നോക്കാം. ആദ്യം നമുക്ക് ഫ്യൂ പഠിക്കാം. റൂമിൽ കുറച്ച് ആളുകളേ ഉള്ളൂ, അതായത് റൂമിൽ അധികം ആളുകളില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെയും നിയർലി നത്തിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്യൂ ഉപയോഗിക്കുന്നത്, ഒട്ടുമില്ല എന്ന് പറയാൻ വേണ്ടി. സോ അതിനുവേണ്ടി നമുക്കെന്ത് പറയാം? There are few people in the room. ഇനി ഇവിടുത്തെ നൗൺ എന്താണ്? പീപ്പിൾ ആണല്ലേ. പീപ്പിൾ കൗണ്ടബിൾ ആണോ? അതെ, ഒരാൾ, രണ്ടാൾ, മൂന്നാളെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ പീപ്പിൾ എന്നത് പ്ലൂറൽ നൗൺ ആണ്. ഇതിൻ്റെ സിംഗുലർ എന്താണ്? പേഴ്സൺ. സോ പേഴ്സൺ പീപ്പിൾ ആയപ്പം ഇത് പ്ലൂറൽ നൗണായി. അതുപോലെ തന്നെ ഇതൊരു കൗണ്ടബിൾ നൗൺ ആയതുകൊണ്ട് കുറച്ചേ ഉള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടി ഈ സെൻറ്റൻസിൽ എന്ത് യൂസ് ചെയ്തു? ഫ്യൂ യൂസ് ചെയ്തു. ഓക്കെ, ഇനി എ ഫ്യൂ. എ ഫ്യൂ എങ്ങനെയാണ്? അതിന് വേണ്ടി ഒരു എക്സാമ്പിൾ നോക്കാം. ആദ്യം എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഓക്കെ, എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾക്ക് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം? ഐ ഹാവ് എ ഫ്യൂ ക്വസ്റ്റ്യൻസ്, ഓർ ഐ ഹാവ് എ ഫ്യൂ ക്വസ്റ്റ്യൻസ് ടു ആസ്ക്. ഓക്കെ, സോ ഐ ഹാവ് എ ഫ്യൂ ക്വസ്റ്റ്യൻസ് എന്ന് വന്നു. ഇവിടുത്തെ നൗൺ എന്താണ്? ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് എന്നത് പ്ലൂറൽ അല്ലേ. ക്വസ്റ്റ്യൻസിൻ്റെ സിംഗുലർ എന്താണ്? ക്വസ്റ്റ്യൻ. അപ്പം ഐ ഹാവ് എ ഫ്യൂ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞപ്പോൾ അത് പ്ലൂറലായി. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് കൗണ്ടബിൾ ആണോ? അതെ, നമ്മൾക്ക് ഇത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും അല്ലേ. സോ ഇവിടെ എന്ത് വന്നു? എ ഫ്യൂ വന്നു. എന്തുകൊണ്ടാണ് ഫ്യൂ അല്ലാതെ ഫ്യൂ വന്നതെന്ന് ചോദിച്ചാൽ ഇത് കുറച്ചേ ഉള്ളൂ എന്ന് ഒട്ടുമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇവിടെ കുറച്ച് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്, സം എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഓക്കെ,
സോ ഇത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് നെഗറ്റീവ് സെൻറ്റൻസസിലാണ്. എ ഫ്യൂ നമ്മൾ യൂസ് ചെയ്യുക പോസിറ്റീവ് സെൻറ്റൻസിലായിരിക്കും. സോ ഇതാണ് ലിറ്റിൽ, എ ലിറ്റിൽ, ഫ്യൂ ആൻഡ് എ ഫ്യൂയുടെ യൂസേജ്. ഇത് കൺഫ്യൂഷൻ ഇല്ലാതെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. താങ്ക് യു. English Mithra. Stop worrying, start learning.